പ്രിയപ്പെട്ടവരെ, ഇതാണ് അഫ്രീൻ തിയേറ്റർ കടപ്പ. ഇടുക്കി നല്ലൊരു കഥാപ്രസംഗം അവതരിപ്പിച്ചു. ഞാനിത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാണ് എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ട്. എല്ലാവരും കാണണം കേട്ടോ. 2 വാക്കുകൾ. എന്റെ സ്നേഹാഭിവാദ്യങ്ങൾ. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ നിൽക്കുന്നത് വയനാട്ടിലെ രമണീയമായ പശ്ചിമഘട്ടത്തിന്റെ താഴ്വരയിലെ ചൂരൽമല എന്ന മനോഹരമായ ഗ്രാമത്തിലാണ്. കർഷകരും തോട്ടത്തൊഴിലാളികളുമാണ് ഇവിടെ ഏറെയും താമസിക്കുന്നത്. കാലത്ത് തൊട്ടേ മഴക്കോളുണ്ട്, നല്ല കുളിര്, കിളികളുടെയും അരുവികളുടെയും സൗമ്യമായ ശബ്ദങ്ങൾ. നാട് എൻ വീട് വയനാട്, കൂട് എൻ വീട് വയനാട്, വയനാട് വയനാട് വയനാട്. മല കടന്ന് കാട്ടിലൂടെ പുഴ കടന്ന് കഥകൾ പാടി യുദ്ധമ്മ മണ്ണൊരു നാട്. വയനാട് വയനാട് വയനാട്. നാട് എൻ വീട് വയനാട്, കൂട് എൻ വീട് വയനാട്. പ്രിയമുള്ളവരെ, എന്റെ കഥയുടെ പേരാണ് വയനാടിന്റെ വിലാപം. കാലത്ത് വെള്ളാർമല സ്കൂളിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ് ചൂരൽമലയിലെ 10 വയസ്സുകാരനായ ചിമ്പു. അവന്റെ അച്ഛൻ തോട്ടത്തൊഴിലാളിയാണ്. കാലത്തിൽ തന്നെ ജോലിക്ക് പോയിട്ടുണ്ട്. അവൻ അമ്മയെ വിളിച്ചു. അമ്മേ, എന്റെ ബാഗ് എവിടെ? പച്ചച്ചട്ടയുള്ള നോട്ട്ബുക്ക് എവിടെ? അവന്റെ അമ്മ 7 മാസം ഗർഭിണിയാണ്. ആ വയറ്റിൽ ഒരു കുഞ്ഞുവാവയുണ്ട്. ആ ഭാരം വഹിച്ചാണ് അമ്മ എല്ലാ ജോലിയും ചെയ്യുന്നത്. അവന് കഴിക്കാനുള്ള ദോശ ഉണ്ടാക്കി അതിലേക്കുള്ള ചട്നി ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു അമ്മ. അവർ വിളിച്ചു പറഞ്ഞു, അവിടെ നോക്കുണ്ണി, അമ്മ പറയാറില്ലേ പഠിപ്പ് കഴിഞ്ഞ പുസ്തകം സൂക്ഷിച്ചു വെക്കണമെന്ന്. അവരുടെ വീടിന്റെ പിറകിലൂടെ ഒരു ചെമ്മൺ നിരത്ത് കടന്നു പോകുന്നുണ്ട്. താഴ്വാരത്തുള്ള കരിങ്കൽ കോറിയിലേക്കാണ് ആ വഴി. അതാ ആ ചെമ്മൺ പാതയിലൂടെ കരിങ്കല്ല് നിറച്ച ലോറികൾ മുരണ്ട് വരുന്നത് കാണാം. വണ്ടികൾ ഒന്നായി പോയി കഴിഞ്ഞിട്ടും കോറിയിൽ നിന്നുള്ള സ്ഫോടന ശബ്ദം ഉയർന്നു കേൾക്കുന്നുണ്ട്. ആ കുളിരുള്ള അന്തരീക്ഷത്തിൽ സ്ഫോടനങ്ങളുടെ ശബ്ദം വല്ലാതെ അരോചകമായി തീരുന്നുണ്ട്. എന്നാലും ചൂരൽമല സുന്ദരിയാണ്. ചൂരൽമലയിലെ കാറ്റേ, താഴ്ന്നു പറക്കും പൂങ്കാറ്റേ, കുളിരും മഞ്ഞും കാനന ഭംഗിയും മുകടാനിരിക്കും നീ വായോ. സ്കൂളിലേക്ക് പറഞ്ഞേക്കാനുള്ള തത്രപ്പാടിലാണ് ആ അമ്മ. യൂണിഫോം എടുപ്പിച്ച് മുടി കോതി വെച്ച് ചുമലിൽ ബാഗ് തൂക്കിക്കൊടുത്തു. അതോടെ അവന് പോകാൻ ധൃതിയായി. മുറ്റത്ത് സ്കൂളിലേക്കുള്ള കൂട്ടുകാർ വന്ന് കാത്തു നിൽപ്പുണ്ട്. എന്നാൽ ആ അമ്മ അവനെ പിടിച്ചു നിർത്തി അവന് ദോശ വാരിക്കൊടുത്തു. അതിനിടയിലും തന്റെ ഹീരപ്പൂച്ചയൊന്ന് തൊട്ടൊഴിയാൻ ചിമ്പു മറന്നില്ല. ഹീരപ്പൂച്ച അവന്റെ കാൽമുട്ടി ഒരുമിക്കൊണ്ട് സ്നേഹം കാട്ടി. അങ്ങനെ അമ്മയ്ക്ക് ടാറ്റ കൊടുത്ത് അവൻ സ്കൂളിലേക്ക് യാത്രയായി. യൂണിഫോമും ബാഗും ഇട്ട് ആ പ്രദേശത്തുള്ള കുട്ടികൾ പുന്നപ്പുഴയുടെ ഓരത്തുള്ള വെള്ളാർമല സ്കൂളിലേക്ക് സന്തോഷത്തോടെ പുറപ്പെട്ടു. പല വീടുകളിൽ നിന്ന്, വിവിധ സാഹചര്യങ്ങളിൽ നിന്ന്, പല പല ഗ്രാമങ്ങളിൽ നിന്ന്, സമ്പന്നനോ കഴിവ് കുറഞ്ഞവനോ എന്ന ഭേദമില്ലാതെ, ജാതി മത വ്യത്യാസമില്ലാതെ അടുത്തുള്ളവർ നടന്നും ദൂരെയുള്ളവർ സ്കൂൾ വാഹനങ്ങളുമായി സ്കൂളിലേക്ക് വന്നുകൊണ്ടിരുന്നു. ചിമ്പു കൂട്ടുകാരോടൊപ്പം പോകുമ്പോൾ കേൾക്കുമായിരുന്നു, എടിയേ ഇന്നെന്തേടി കറിക്ക് മേടിച്ചത്? ഒന്നും കിട്ടിയില്ല ത്രേസ്യേച്ചി. കൂർക്ക കൊണ്ടൊരു ഉപ്പേരിയും മുരിങ്ങയ്ക്കായിട്ട് തക്കാളി വെച്ചൊരു കറി ഉണ്ടാക്കി. അത്ര സൗഹൃദത്തിലായിരുന്നു ആ ജനത. ചിമ്പുവും സംഘവും സ്കൂളിലെത്തി. ക്ലാസ് തുടങ്ങും മുമ്പ് അസംബ്ലിക്കായി അവർ മുറ്റത്ത് നിരന്നു നിന്നു. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ, എൻ കരളിൽ കൊടിയിരിക്കണമേ, എന്റെ പാദം ഇടറാതിരിക്കുവാൻ എന്നുമെന്നിൽ കൃപ ചൊരിയണമേ. പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ, പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ, പുല്ലുമാ
ക്ലാസ് കഴിഞ്ഞ് അവൻ നേരത്തെ വീട്ടിലെത്തി. പെട്ടെന്നാണ് അന്തരീക്ഷം മാറിയത്. ഇടവത്തിന്റെ ഇരമ്പലുകൾ മാനത്ത് ഉരുണ്ടുകൂടി. ഒരു കരിമേഘം കഷ്ണം വാനിൽ അരിച്ചു വന്നു, നിഴൽ പോലെ ഒരു നൊടി കൊണ്ടതു ചുരമാകെ മഴമേഘം കടലായി മാറി അലച്ചു പെയ്തു പേമാരി. വയനാട്ടിലെ എല്ലാ സ്കൂളുകൾക്കും സർക്കാർ 2 ദിവസം അവധി പ്രഖ്യാപിച്ചു. ആ 2 ദിവസവും കുട്ടികളെല്ലാം വീട്ടിൽ ഇരിപ്പായി. ചിമ്പു വർണ്ണക്കടലാസുകൾ കൊണ്ട് തോണി ഉണ്ടാക്കി അമ്മ കാണാതെ മഴയത്തിറങ്ങി മുറ്റത്തിനരികിലൂടെ ഒഴുകുന്ന നീർച്ചാലിൽ തോണികൾ ഒതുക്കാൻ തുടങ്ങി. അവനാകെ നനഞ്ഞിട്ടുണ്ട്. പുല്ലുകളിലകും നീർച്ചാലിൽ വജ്രത്തുള്ളികളൊഴുകി, കളകളമൊഴുകി പൂന്തോണി അരുവിയിലലകൾ പദമാടി. പുല്ലുകളിലകും നീർച്ചാലിൽ വജ്രത്തുള്ളികളൊഴുകി, കളകളമൊഴുകി പൂന്തോണി അരുവിയിലലകൾ പദമാടി. എടാ, മഴയത്താണോ നിന്റെ കളി? നീരിളക്കം വരില്ലേ? പനി വരില്ലേ? ഇങ്ങോട്ട് വാ. അമ്മ ആ നിറവയറും വെച്ച് അവനെ അടുത്ത് നിർത്തി അവന്റെ തല തോർത്തി കൊടുത്തു. ചിമ്പു അനുസരണയുള്ള കുട്ടിയാണ്. അവൻ അമ്മയുടെ വയറ്റിൽ ചെവി വെച്ചുകൊണ്ട് പറഞ്ഞു, അമ്മേ, കുഞ്ഞുവാവ വയറ്റിൽ കിടന്ന് കാലിളക്കണു. ആ മഴയത്തും കരിങ്കല്ല് കാഴ്ച ലോറുകൾ നാട്ടുകാരുടെ വാക്കുകൾ അനുസരിക്കാതെ താഴ്വര ഇറങ്ങിക്കൊണ്ടിരുന്നു. മഴ കനത്തു പെയ്യാനും തുടങ്ങി. അപ്പോൾ അതേ സമയം തന്നെ ആ ചെമ്മൺ പാതയിലൂടെ മറ്റൊരു ജീപ്പ് ലോറികൾക്കെതിരെ വന്നു. പഞ്ചായത്ത് അധികാരികളുടെ അനൗൺസ്മെന്റ് വാഹനമായിരുന്നു അത്. പ്രിയമുള്ള നാട്ടുകാരെ, ഒരു പ്രത്യേക അറിയിപ്പ്. കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ വയനാട് മേഖലയിൽ മഴ കനക്കുകയാണ്. പുന്നിരിമറ്റം, അട്ടമല, മുണ്ടക്കൈ എന്നീ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ പ്രാദേശികമായി ഏർപ്പെടുത്തിയ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറണമെന്ന് ഇതിനാൽ അറിയിച്ചു കൊള്ളുന്നു. അനൗൺസ്മെന്റ് വാഹനം അകലേക്ക് പോയി. ചിമ്മുവിന്റെ വീട് നിൽക്കുന്ന പ്രദേശത്ത് താഴ്വരയിൽ ഏതാണ്ട് 400ഓളം വീടുകളുണ്ട്. വലിയ ഭയത്തോടെയാണ് ആ അനൗൺസ്മെന്റ് ജനങ്ങൾ ഓരോരുത്തരും കേട്ടത്. ജോലിക്ക് പോയവരെല്ലാം അവരവരുടെ വീട്ടിലേക്ക് തിരിച്ചെത്തി. മഴ മാറുമെന്ന് തന്നെ അവർ പ്രതീക്ഷിച്ചു. വർഷങ്ങൾക്ക് മുമ്പ് പുത്തുമലയിൽ ഉണ്ടായിരുന്ന ഉരുൾപൊട്ടൽ അവരുടെ ഓർമ്മയിലുണ്ട്. 60 പേരെയാണ് അന്ന് ഉരുൾ കൊണ്ടുപോയത്. തീവ്രമായ മഴയുണ്ടായാൽ ഇനിയും ദുരന്തങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതിൽ എവിടെ, എപ്പോൾ എന്നുള്ളതാണ് ഒരു നിശ്ചയമില്ലാത്തത്. ഓരോരുത്തരും അവരവരുടെ വീട്ടു സാധനങ്ങൾ എത്തിത്തുവെക്കുന്ന തിരക്കിലായിരുന്നു. കോഴിക്കോട് പ്രാവിൻകൂട് അയലിലുണക്കിയ കുപ്പായം, ആട്ടിൻ കുട്ടി ഹീരപ്പൂച്ച വിളമ്പും പാത്രങ്ങൾ. കോഴിക്കോട് പ്രാവിൻകൂട് അയലിലുണക്കിയ കുപ്പായം, ആട്ടിൻ കുട്ടി ഹീരപ്പൂച്ച വിളമ്പും പാത്രങ്ങൾ. രാത്രിയായപ്പോൾ ചിമ്പുവിന്റെ അച്ഛൻ പറഞ്ഞു, ഏതായാലും ഈ രാത്രി കഴിയട്ടെ, നമുക്ക് പുലർച്ചെ പോകാം. അപ്പുറത്തെ സുബൈദ താത്തയും കുമാരനേട്ടനൊക്കെ നാളെ യാത്ര ക്യാമ്പിലേക്ക് പോകണത്. അങ്ങനെ ആ രാത്രി അവിടെ തന്നെ കഴിച്ചുകൂട്ടാൻ അവർ തീരുമാനിച്ചു. ചിമ്പുവിന്റെ അച്ഛൻ മാത്രം ആ വീട്ടിൽ ഉറങ്ങിയില്ല. എങ്ങും മഴയുടെ ശബ്ദം മാത്രം. തുടികൊട്ടിയലറും പ്രകൃതിയിലന്ന് വെളിച്ചമെല്ലാം അണഞ്ഞു പോയി. ബഹുദൂരമകളെ മുഴങ്ങി കരിമേഘം കൂടിയ വാനം. കിളികൾ ചിലച്ചിലുകൾ നാളും തിരച്ചു നിന്നു. അയാൾ അസ്വസ്ഥനായിരുന്നു. ചാലിയാറിന്റെ പോഷക നദി അയാളുടെ മനസ്സിനെ എന്ന പോലെ വല്ലാതെ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് കുത്തിയൊഴുകി. ഇടക്ക വെച്ച് ചിമ്പു ഉറക്കത്തിൽ നിന്ന് തെളിഞ്ഞപ്പോൾ അച്ഛനൊന്ന് മയങ്ങിയതായി അവൻ കണ്ടു. അവൻ അച്ഛനെ വിളിച്ചു, അച്ഛാ, ഹീരപ്പൂച്ച എന്താ ഇങ്ങനെ കരയണത്? അതിന് വയറ് വേദനിക്കുന്നാണാവോ? അച്ഛൻ ഉറക്കത്തിലൊന്ന് മൂടി. എന്നിട്ട് പറഞ്ഞു, എൻ്റെ കുട്ടി ഉറങ്ങിക്കോ, രാവിലെ ക്യാമ്പിലേക്ക് പോകാനുള്ളതല്ലേ. അവിടെ ചെന്നാല് അമ്മയ്ക്ക് ശരിക്കും ഉറങ്ങാനൊക്കെ പറ്റുമോ എന്നറിയില്ല. അച്ഛൻ ചിമ്മുവിൻ്റെ തലയിലൊന്ന് തലോടി. അവൻ കണ്ണടച്ചു കിടന്നു. പെട്ടെന്ന് കേട്ട വിനാശകരമായ ശബ്ദത്തിൽ ഞെട്ടി ആ വീട്ടുകാർ പിടന്നെഴുന്നേറ്റു. ചിമ്പുവിനെ അമ്മ വാരിയെടുത്തു. ചിമ്പു അമ്മയുടെ നിറവയറിൻ്റെ മേൽ മുഖം വെച്ച് കിടന്നു. ഹാർപ്പ് വിളികളും അലർച്ചകളും ദൂരെ കേൾക്കുന്നുണ്ട്. എവിടെയോ ഉരുൾ പൊട്ടിയിട്ടുണ്ട്. അച്ഛൻ ചിമ്പുവിനെയും അമ്മയും ചേർത്ത് പിടിച്ച് പറഞ്ഞു, പേടിക്കേണ്ട, പേടിക്കേണ്ട. മുണ്ടക്കൈ ഭാഗത്തുനിന്ന നിലവിളി കേൾക്കുന്നത്. ഞാനൊന്ന് പുറത്തിറങ്ങി നോക്കട്ടെ. വേണ്ട,
നിങ്ങളിപ്പോ പോണ്ട, എനിക്ക് പേടിയാവണം. ഈ പേടിക്കാതിരിക്ക്, ഒന്നും സംഭവിക്കില്ല. ചിമ്പു അമ്മയുടെ മാറത്ത് ചേർന്ന് കിടന്നു. അച്ഛൻ ടോർച്ചെടുത്ത് പുറത്താക്കി നടന്നു നോക്കി. കറന്റ് മൊത്തമായി അണഞ്ഞു കഴിഞ്ഞിരുന്നു. അയാൾ തിരികെ വന്ന് പറഞ്ഞു, മുണ്ടക്കൈ ഭാഗത്തുനിന്ന് ടോർച്ച് വെളിച്ചം തലങ്ങും വിലങ്ങും വീശിക്കാണുന്നത്. ആരൊക്കെയോ എന്തൊക്കെയോ നിലവിളികളാണ് ദൈവമേ. അയാൾ ചിമ്പുവിനെ എടുത്ത് മടിയിലിരുത്തി അമ്മയെ ചേർത്ത് പിടിച്ചു. അവർ ഭയപ്പെടാതിരിക്കാൻ അയാൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്തു. ഒരു വീടും ചുരൽമലയിൽ പിന്നെ ഉറങ്ങിയില്ല. കാടിന് മുകളിലൂടെ ടോർച്ച് വെളിച്ചം പാഞ്ഞു നടക്കുന്നുണ്ടായിരുന്നു. ഏതാണ്ട് 3 മണി ആയി കാണും. ക്ഷീണം കൊണ്ടും ഭയം കൊണ്ടും എല്ലാവരും ഒന്ന് മയങ്ങി കണ്ണടച്ചു. കോറിയിൽ നിന്നുള്ള വെടിമരുന്നിന്റെ ഉഗ്രസ്ഫോടനം കേൾക്കുന്നത് പോലെ ഒരു പൊട്ടി കേട്ടു. അട്ടമല അലർച്ചയുടെ താഴെ കൊലിച്ചിറങ്ങുകയായിരുന്നു. അത് ചിമ്പുവിന്റെ വീട് നേർക്കുക. മരങ്ങളും കീഴ്പറഞ്ഞ പാറക്കഷ്ണങ്ങളും വീടിനോടൊപ്പം നിരങ്ങി നീ. അച്ഛന്റെ കൈകൾ പേർപ്പെട്ടു. അമ്മ തിരുമാലയിൽപ്പെട്ടതുപോലെ ഒഴുക്കി നീ. ചിമ്പു കൈകാലിട്ടടിച്ചു. അച്ഛനെവിടെ? അമ്മയെവിടെ? ഈരപ്പൂച്ച എവിടെ? എന്റെ വാവ എവിടെ? അവന്റെ കണ്ണിലും ചെവിയിലും മൂക്കിലും ചെളി പോലെ എന്തോ നിറഞ്ഞു. മണ്ണവനെ പൊതിഞ്ഞു. മനുഷ്യന്റെ ആർത്തിക്ക് പശ്ചിമഘട്ട നിലയിലെ സാധു മനുഷ്യരെ കവർന്നെടുത്തത് പങ്കുണ്ട്. ഒന്നും അറിയാത്ത നിരവധി ചിമ്പുമാർ. വെള്ളാർമല സ്കൂളിലെ 49 കുട്ടികളെയാണ് കാണാതാവുകയോ മരണത്തിന് കീഴടങ്ങുകയോ ചെയ്തത്. ഇത് ആവർത്തിക്കാതിരിക്കട്ടെ. അതിനായി നമുക്ക് പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാം. കൂട്ടുകാരെത്ര നാട്ടുകാരെത്ര വിട്ട് മണ്ണ് വിട്ട് യാത്രയായി യാത്രയായി. കൂട്ടുകാരെത്ര നാട്ടുകാരെത്ര വിട്ട് മണ്ണ് വിട്ട് യാത്രയായി യാത്രയായി. നാളെ പ്രഭാതം പുലരുമ്പോൾ കാണുന്ന സ്വപ്നങ്ങളെല്ലാം മാഞ്ഞുപോയി. നാളെ പ്രഭാതം പുലരുമ്പോൾ കാണുന്ന സ്വപ്നങ്ങളെല്ലാം മാഞ്ഞുപോയി. ജീവിതയാത്രയിൽ അവർ മാഞ്ഞുപോയി. ജീവിതയാത്രയിൽ അവർ മാഞ്ഞുപോയി. പ്രിയമുള്ളവരെ, ചിമ്പുവിന്റെ കഥ ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി, നമസ്കാരം.